ഒറ്റപ്പാലം പഴയലക്കിടിയിൽ ടാർവീപ്പയിൽ കുടുങ്ങിയ പട്ടിയെയും കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്താനായി യുവതി മുന്നിട്ടിറങ്ങി. പട്ടിയുടെയും കുഞ്ഞുങ്ങളുടെയും കരച്ചിൽ കേട്ട് ആരെ വിളിക്കണമെന്നറിയാതെ ആദ്യം പോലീസിനെ വിളിച്ചു, പിന്നീട് ഫയർഫോഴ്സിനെ. ഒടുവിൽ ലഭ്യമായത് ചെർപ്പുളശ്ശേരിയിലുള്ള ജിനേഷ് രാമചന്ദ്രൻ എന്ന മൃഗസംരക്ഷകനെ. പിന്നീട് ദൗത്യം ഏറ്റെടുത്തത് ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായ ആ സംഭവത്തിന്റെ വാർത്തയാണ് ന്യൂസ് ഫോർ യു ഓൺലൈൻ പങ്കുവയ്ക്കുന്നത്. ഒറ്റപ്പാലം പഴയലക്കിടിയിൽ സ്വകാര്യ പ്ലോട്ടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് സംഭവം. സംഭവ സ്ഥലത്തിനടുത്ത് താമസിക്കുന്ന വീട്ടുകാരാണ് ഇക്കാര്യം ഞായറാഴ്ച രാവിലെ പ്രഭാത സവാരിക്കിറങ്ങിയ മംഗലം സ്വദേശിനി നിഷ നായരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സമീപവാസികളുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനത്തിന് ശ്രമം നടത്തിയെങ്കിലും അത് നടക്കാതെ വന്നു. അങ്ങനെയാണ് മറ്റു മാർഗങ്ങൾ തേടിയത്. ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടീം ഓഫ് ഒറ്റപ്പാലം വാട്സാപ്പ് ഗ്രൂപ്പിൽ യുവതി സംഭവത്തെക്കുറിച്ച് പങ്കുവച്ചു. ഗ്രൂപ്പിൽ നിന്നും ലഭിച്ച പല രക്ഷാപ്രവർത്തകരുടെയും നമ്പറുകളിൽ ബന്ധപ്പെട്ടുവെങ്കിലും ലഭ്യമായില്ല. പലരും മറ്റു ചില രക്ഷാപ്രവർത്തനങ്ങളിലായിരുന്നു. പോലീസിനെയും ഫയർഫോഴ്സിനെയും എല്ലാം മാറി മാറി വിളിച്ചു. ഒടുവിൽ നെന്മാറയിൽ മറ്റൊരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്ന ചെർപ്പുളശ്ശേരി സ്വദേശിയായ ജിനേഷ് രാമചന്ദ്രനെ ബന്ധപ്പെട്ട് സഹായം തേടി. അവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് ശ്രമം നടത്തിയെങ്കിലും കൂടുതൽ സഹായികളെയും മറ്റ് സൗകര്യങ്ങളും ആവശ്യമായി വന്നതിനാൽ ചെർപ്പുളശ്ശേരിയിലുള്ള ഡോഗ് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയായിരുന്നു. ഷെൽട്ടർ ഹോമിലേക്ക് എത്തിക്കുന്നതിനിടെ വെൽഡർമാരുടെ സഹായത്തോടു കൂടി ടാർ വീപ്പ കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റി. ടാറിൽ കുടുങ്ങിയ 3 നായക്കുട്ടികൾക്ക് അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. ഷെൽട്ടർ ഹോമിലെത്തിച്ച് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പട്ടിയെയും 2 കുഞ്ഞുങ്ങളെയും ജീവനോടെ രക്ഷിക്കാനായത്. രക്ഷകരായി പാഞ്ഞെത്തിയ ജിനേഷിനും സംഘത്തിനും ടാർ വീപ്പയ്ക്കുള്ളിൽ പിടയുകയായിരുന്ന ജീവനുകൾക്ക് മനുഷ്യ ജീവന് തുല്യമായ വില കൽപ്പിച്ച് ദൗത്യത്തിന് മുന്നിട്ടിറങ്ങിയ യുവതിക്കും ഒരു ബിഗ് സല്യൂട്ട്. ന്യൂസ് ഫോർ യു ഓൺലൈൻ, ഒറ്റപ്പാലം. ഞാനിവിടെ നടക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു രാവിലെ നമ്മുടെ റോഡിൽ കൂടെ. അപ്പോൾ ആ സമയത്താണ് ഭയങ്കര കരച്ചിൽ കേട്ടത് ഈ പട്ടിയുടെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അത് ഒരു ഡ്രമ്മിനകത്ത് കുടുങ്ങി കിടക്കാണ്. പട്ടിയുണ്ട്, പട്ടിയുടെ കുട്ടികളും ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഒറ്റപ്പാലം ഗ്രൂപ്പിൽ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പോലീസിൽ വിവരം അറിയിച്ചു, ഫയർഫോഴ്സിൽ വിളിച്ചു. അങ്ങനെ അവിടെ നിന്നൊക്കെ നമുക്ക് കുറേ ഡോഗ് റെസ്ക്യൂവിൻ്റെ നമ്പർ കിട്ടി. കുറേ പേരെ വിളിച്ചിരുന്നു. ഓരോരുത്തരും ഓരോ തരത്തിൽ ബിസി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് നെന്മാറയിൽ നിന്ന് ഒരു ടീം വന്നിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ട് നോക്കിയത്. അപ്പോൾ അവർക്ക് ഇവിടെ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം അവരിപ്പോൾ തിരിച്ച് അവരുടെ വണ്ടിയിലേക്ക് വെച്ചിട്ട് അവരുടെ ഷട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എൻ്റെ പേര് ജിനേഷ് എന്നാണ്. പാലക്കാടൻ ചങ്ങാതി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഇങ്ങനെ ആനിമൽ റെസ്ക്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഇൻഫോം ചെയ്തു, ഒരാളെ വിളിച്ചതിന് ശേഷം നമ്മളിവിടെ വന്നതാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ലാത്ത കാരണം നമ്മുടെ ഷെൽട്ടറിൽ കൊണ്ടുപോകണം. എവിടെ ഷെൽട്ടർ? ചെർപ്പുളശ്ശേരി.